സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. മനുഷ്യർക്ക് മനസ്സിലാവാത്ത അൽഗോരിതംസ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതുവഴി ചില കുഴപ്പങ്ങൾ അത് ഡീബഗ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റാതെ വന്നാൽ കുഴപ്പങ്ങളുണ്ടാകും. ഇത്രയും കാലത്തെ വീഡിയോ ഫുട്ടേജ് ഇൻപുട്ടായി നൽകിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നിരീക്ഷിച്ച് പഠിച്ച് ഒരു പുതിയ മമ്മൂട്ടിയെ സൃഷ്ടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും പൊളിറ്റിക്സിൽ ഡീപ് ഫേക്കിങ്ങിന് വലിയൊരു സ്ഥാനം വരാൻ പോകുന്ന കാലമാണ് അടുത്ത. എസ്പെഷ്യലി ഇന്ത്യയുടെ ജനറൽ ഇലക്ഷൻ വരുന്ന ജനറൽ ഇലക്ഷനിൽ ഞങ്ങളെല്ലാം ശ്രദ്ധയോടെ കാണുന്നത് എത്രയൊക്കെ ഡീപ് ഫേക്കിംഗ് ഉണ്ടാകാമെന്നുള്ളതാണ്. ഹെൽത്ത് കെയറിലെ ഡയഗ്നോസ്റ്റിക് ടൂളുകൾ എല്ലാം ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെട്ടു. അത് കൾട്ടിവേറ്റഡ് മാംസം എന്നാണ് പറയുക, അതായത് നമ്മുടെ ലാബിൽ വളർത്തിയെടുക്കുന്ന മാംസം. താങ്കൾ ആലപ്പുഴയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന ക്ലാസ് ഒന്നും അല്ല. ശരിക്കും AI ഒരു യുദ്ധത്തിന് വഴി തെളിക്കുമോ? അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചൊരു വാർ വേണമെങ്കിൽ സാധ്യമാണ്. പ്രശസ്ത IT വിദഗ്ധനും ടെക് ജൻഷ്യ എന്ന സോഫ്റ്റ്വെയർ കമ്പനിയുടെ CEOയുമായ ശ്രീ ജോയി സെബാസ്റ്റ്യനാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ജോയി സെബാസ്റ്റ്യൻ. നമസ്കാരം സർ. ആദ്യം തന്നെ പ്രേക്ഷകരോട് ശ്രീ ജോയി സെബാസ്റ്റ്യനെ കുറിച്ച് പറയുമ്പോൾ, കോവിഡ് കാലത്ത് കേന്ദ്ര IT മന്ത്രാലയവും ഇലക്ട്രോണിക്സ് മന്ത്രാലയവും ചേർന്ന് സംയുക്തമായി നടത്തിയ ഇന്നൊവേഷൻ ചലഞ്ചിൽ ഒരു വീഡിയോ കോൺഫറൻസ് പ്ലാറ്റ്ഫോം രൂപപ്പെടുത്തി ദേശീയ അവാർഡ്, 1 കോടി രൂപയുടെ ദേശീയ അവാർഡ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ നിന്ന് കരസ്ഥമാക്കി ദേശീയ അന്തർദേശീയ പ്രശസ്തി നേടിയ വ്യക്തി കൂടിയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഉപയോഗിക്കുന്ന വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനമായ ഭാരത് VC അത് ജോയി സെബാസ്റ്റ്യൻ്റെ ടെക് ജൻഷ്യ പ്രൊവൈഡ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഒരു വർഷം അവസാനിക്കുകയാണ്, 2023 വിട പറയുന്നു. 2024 നോക്കുമ്പോൾ ഈ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കീഴടക്കുമോ അതോ അതിനെ പരിധിയിലാക്കുമോ? നിർമ്മിത ബുദ്ധിക്ക് ഒരു വലിയ സ്ഥാനം ലഭിക്കാൻ പോകുന്ന വർഷങ്ങളാണ് വരുന്നത്. എല്ലാ മേഖലയിലും നിർമ്മിത ബുദ്ധി അതിൻ്റെ പ്രസൻസ് അറിയിച്ചു തുടങ്ങുമെന്നുള്ളതാണ് ഈ വരാൻ പോകുന്ന വർഷങ്ങളിലെ ഒരു പ്രത്യേകത. അത് ഗുണകരമായിരിക്കുമോ അതോ അപകടകരമായിരിക്കും? ഗുണകരമായി മാറും ഉറപ്പായിട്ടും. കാരണം അപകടകരമാകാതെ നോക്കാനുള്ള എല്ലാ ശേഷിയും മനുഷ്യർക്കുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ AI-യുടെ അതായത് നിർമ്മിത ബുദ്ധി അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ദോഷവശങ്ങളെക്കുറിച്ച് ഇപ്പോൾ ലോകവ്യാപകമായിട്ട് വലിയ ചർച്ച നടക്കുന്നുണ്ട്. അതേക്കുറിച്ച് എന്ത് പറയും? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ദോഷങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ദോഷങ്ങൾ കൂടി കണ്ടെത്താൻ നമുക്ക് വേണമെങ്കിൽ. അതിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ അവരുടെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന, അതുപയോഗിച്ചുണ്ടാക്കിയെടുക്കാവുന്ന സാധനങ്ങൾ മനുഷ്യർക്ക് മനസ്സിലാവാത്തതാണെങ്കിൽ ചിലപ്പോൾ അത് കുഴപ്പങ്ങളിലേക്കൊക്കെ പോകാം, മനുഷ്യർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് അൽഗോരിതംസ് ഉണ്ടാക്കാൻ കഴിയും. മനുഷ്യർക്ക് മനസ്സിലാവാത്ത അൽഗോരിതംസ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടാൽ അതുവഴി ചില കുഴപ്പങ്ങൾ അത് ഡീബഗ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ നിർത്താൻ പറ്റാതെ വന്നാൽ കുഴപ്പങ്ങളുണ്ടാവാം. അത് ലോകത്തെ കൺട്രോളിന് അപ്പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഒരേ സമയം ഇരുതല മൂർച്ചയുള്ള വാളാണ്. ഇപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും സിനിമ കാണുന്ന ആൾക്കാരാണ്, ഒരു മമ്മൂട്ടിയെ മോഹൻലാലിനെയും AI-യിലൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും ജനറേറ്റീവ് AI-ക്ക് നമ്മൾ മുമ്പ് കണ്ട മോർഫിംഗ് എന്നുള്ള ടെക്നോളജി അല്ല ഇത്. ജനറേറ്റീവ് AI പുതിയൊരു ലോകമാണ്. ജനറേറ്റീവ് AI എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ മമ്മൂട്ടിയെ സൃഷ്ടിക്കണം എന്ന് വിചാരിച്ചാൽ മമ്മൂട്ടിയുടെ ഇത്രയും നാളത്തെ വീഡിയോ ഫുട്ടേജ്, കാര്യം മമ്മൂട്ടി ഒരു പ്രശസ്തനായ നടനായതുകൊണ്ടും ഒത്തിരി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ വിവിധ ഭാവങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പഠിച്ചെടുക്കാനായി ഇത്രയും കാലത്തെ വീഡിയോ ഫുട്ടേജ് ഇൻപുട്ടായി നൽകിയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നിരീക്ഷിച്ച് പഠിച്ച് ഒരു പുതിയ മമ്മൂട്ടിയെ സൃഷ്ടിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ അവിടെ മനുഷ്യൻ വേണ്ടി വരത്തില്ലേ? അതായത് മമ്മൂട്ടിയുടെ ഒരു രൂപം വേറൊരാളിലേക്ക് സന്നിവേശിപ്പിക്കേണ്ടി വരത്തില്ലേ? വേണ്ടി വരില്ല. കാര്യം മനുഷ്യനെ മൊത്തമായി സൃഷ്ടിക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും. അതായത് വീഡിയോ ആണല്ലോ, വീഡിയോ ഫുട്ടേജ് ഉണ്ടാക്കിയെടുക്കാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും. ടെക്നോളജിയുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പറ്റും, തീർച്ചയായിട്ടും പറ്റും. കാരണം അത് ഈ ഭാവങ്ങൾ ഉൾപ്പെടെ ഒപ്പിയെടുത്ത് ഈ ഭാവം ഇന്നതാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന തിരക്കഥ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന ഒരു തിരക്കഥയ്ക്ക് ആ ഭാവമാണ് കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മമ്മൂട്ടി ഏതെങ്കിലും നല്ല സിനിമയിൽ, ഏറ്റവും പ്രശസ്തമായൊരു സിനിമയിൽ ഉപയോഗിച്ച ആ ഭാവം കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ അഭിനയത്തിൽ പിന്നെ പഴയ സർഗശേഷി പുറത്തെടുക്കാൻ പറ്റാത്ത നടന്മാർക്ക് ഈ AI കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട്? അത് വേണമെങ്കിൽ ഉപയോഗപ്പെടുത്താം. ഒരു കോംപ്ലിമെൻ്ററി കമ്പോണൻ്റ് ആയിട്ട് വേണമെങ്കിൽ AI
ഉപയോഗപ്പെടുത്താം. അതായത് നമ്മുടെ ഒരു ഭാവാഭിനയം അത് ഇതിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ടും പറ്റും, ഉറപ്പായും പറ്റേണ്ടതാണ്. കാരണം അതിലേക്കാണ് ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ മാസങ്ങളിൽ എനിക്ക് തോന്നുന്നു ഹോളിവുഡിൽ ഒരു വലിയ രീതിയിൽ സമരം നടന്നു. അത് അഭിനേതാക്കൾക്ക് അവരുടെ അവസരം നഷ്ടമാകുമെന്നുള്ള അവരുടെ അവസരം നഷ്ടമാകും എന്നത് മാത്രമല്ല അവർ ഉദ്ദേശിച്ചത്, അവരുടെ അതേ ഇമേജറി ഉള്ള മനുഷ്യരെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൃഷ്ടിച്ച് അവർക്കായിട്ട് ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, ഐഡന്റിറ്റി ഉണ്ടല്ലോ, ആ ഐഡന്റിറ്റിയെ വേണമെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള പേടിയും അവർക്കുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇടയ്ക്ക് ഗോഡ് ഫാദർ എന്നുള്ള വിഖ്യാത ചിത്രത്തിലെ നടന്മാരുടെയൊക്കെ വേഷം വെച്ച് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ വെച്ചുള്ള ചില ക്ലിപ്പിംഗ്സ് ഇറങ്ങിയുണ്ടായി. അതും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജി തന്നെയാണ്, ഡീപ് ഫേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന. ഡീപ് ഫേക്ക് വളരെ അപകടകാരിയാണല്ലോ. ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം പക്ഷേ പ്രധാനമന്ത്രി തെറ്റിദ്ധരിച്ച പുള്ളിയുടെ ഒരു വീഡിയോ ആണെന്നാണ്, പക്ഷെ അതങ്ങനെ അല്ലെന്ന് അവസാനം തെളിഞ്ഞെങ്കിലും അത് ഡീപ് ഫേക്ക് ഭയങ്കര നിയമം മൂലം നിയന്ത്രിക്കേണ്ട അവസ്ഥയുണ്ട്. ഉറപ്പായിട്ടും ഉണ്ട്. കാരണം ഈ പ്രത്യേകിച്ചും പൊളിറ്റിക്സിൽ ഡീപ് ഫേക്കിങ്ങിന് വലിയൊരു സ്ഥാനം വരാൻ പോകുന്ന കാലമാണ് അടുത്ത. എസ്പെഷ്യലി ഇന്ത്യയുടെ ജനറൽ ഇലക്ഷൻ, വരുന്ന ജനറൽ ഇലക്ഷനിൽ ഞങ്ങളെല്ലാം ശ്രദ്ധയോടെ കാണുന്നത് എത്രയൊക്കെ ഡീപ് ഫേക്കിംഗ് ഉണ്ടാകാം എന്നുള്ളതാണ് കാര്യം. ഒരു നേതാവിനെ കൊണ്ട് ഇപ്പൊ പ്രസംഗിപ്പിക്കാൻ പറ്റും. അതെ, നേതാവിനെ കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ പ്രസംഗിപ്പിച്ച് ആ രീതിയിൽ പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യതകൾ ഡീപ് ഫേക്കിംഗ് തരുന്നുണ്ട്. അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അയാളുടെ വായി കൂടെ പറയിക്കാൻ. അതുപോലെ ഡീപ് ഫേക്കിംഗ് അന്നേരം തെരഞ്ഞെടുപ്പിൽ വലിയ അപകടകാരിയായിരിക്കും. തെരഞ്ഞെടുപ്പിലും പൊളിറ്റിക്സിലും ഒക്കെ വലിയ അപകടം സൃഷ്ടിക്കാവുന്ന, പൊളിറ്റിക്സിൽ ലോകത്തിന്റെ സാമൂഹ്യ ക്രമത്തിൽ ഏറ്റവും വലിയ അപകടം സൃഷ്ടിക്കാവുന്ന ഒരു ടെക്നോളജിയാണ് ഡീപ് ഫേക്കിംഗ്. അല്ല, ഈ ഭസ്മാസുരന് വരം കൊടുത്ത പോലെ ആവും അവസാനം. അല്ല, അതിനും ഇപ്പോൾ ടെക്നോളജി കുറച്ചുകൂടി അതിനെപ്പറ്റി അവെയർ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഡീപ് ഫേക്കിങ്ങോ അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇമേജസിനൊക്കെ ടാഗ് ചെയ്യണം എന്ന് ഒരു നിർബന്ധം ഉടനെ വരാൻ സാധ്യതയുണ്ട്. വിദേശ രാജ്യങ്ങളിൽ ചിലയിടത്ത് ഇതിന് ചില നിയന്ത്രണങ്ങൾ, പോളിസിയും റെഗുലേഷൻസും ഒക്കെ വരുന്നുണ്ട്. ആ റെഗുലേഷൻസിൽ ഒരു പ്രധാനപ്പെട്ട സാധനമായിട്ട് വരാവുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോസോ ഇമേജസോ ഒക്കെ ഒരു ടാഗിങ്ങിന് വിധേയമാക്കിയിരിക്കണം. അതുവഴി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്തതാണെന്നുള്ളത്. ശരി, ഇപ്പം നമ്മൾ സിനിമാ നടന്മാരുടെ കാര്യം പറഞ്ഞപ്പോൾ അതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പം ലാബുകളിൽ നിന്ന് വലിയ പഴയ അല്ലെ പ്രശസ്ത ചലച്ചിത്ര താരങ്ങളെ വെച്ചുകൊണ്ടുള്ള സിനിമകൾ വയ്ക്കുന്നു. അത് ഉറപ്പായിട്ടും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോഴത്തെ സിസ്റ്റം, ഇപ്പോഴത്തെ ടെക്നോളജി ആ മേഖലയിലേക്കാണ് പോകുന്നത്. ആരെ വേണമെങ്കിലും പഴയ നടന്മാരെ നമുക്ക് വേണമെങ്കിൽ മഹാത്മാഗാന്ധിയുടെ ഒരു വീഡിയോ ഫുട്ടേജ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് വേണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് പ്രസംഗിപ്പിക്കാം. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊണ്ട് പ്രസംഗിപ്പിക്കാൻ പറ്റുന്ന ടെക്നോളജി അവൈലബിൾ ആണ്. ഞാൻ ചോദിക്കുന്ന ഒരു സിനിമ തന്നെ നിർമ്മിക്കാൻ പറ്റും. അതായത് ലൊക്കേഷനിലേക്കൊന്നും പോകാതെ ഈ ലാബുകളിലൂടെ ഇരുന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അങ്ങനെ AI വെച്ച് അങ്ങനത്തെ സിനിമകൾ വരാൻ പോകുന്നു. ഒരു നല്ലൊരു സംഗതി ഞാൻ പറയും. ഇപ്പോൾ ChatGPT നമ്മുടെ മുമ്പിലുള്ളതുകൊണ്ട് ChatGPT വെച്ച് എഴുതിയ പുസ്തകങ്ങൾ ആമസോണിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു ആളുകൾ. അതെ. അപ്പം ഇത് ഒന്നും സാധ്യമല്ലാത്ത കാര്യമല്ല. സിനിമ, ആർട്ട് കണ്ടന്റ് എല്ലാം കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റിക്കുള്ള വെല്ലുവിളി കൂടിയല്ലേ ക്രിയേറ്റിവിറ്റി. മനുഷ്യന്റെ ക്രിയേറ്റിവിറ്റി അത് മോഡറേറ്റ് ക്രിയേറ്റിവിറ്റി നിലനിൽക്കില്ല. അതിനേക്കാൾ മേളിലുള്ള നല്ല ജീനിയസ് ക്രിയേറ്റിവിറ്റിയെ നിലനിൽക്കുന്നുണ്ടാവും. അന്നേരം ഈ അടുത്ത 2024 തൊട്ടുള്ള അങ്ങോട്ടുള്ള കാലം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഉറപ്പായിട്ടും ഒരു ചാലഞ്ച് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഒത്തിരി സൃഷ്ടികൾ നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ AI ആണോ മനുഷ്യനാണോ സൃഷ്ടിച്ചതെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനത്തെ സംഗതികൾ വരാൻ പോകുന്നു. ഇതൊക്കെ ഇതിന്റെ നെഗറ്റീവ് വശങ്ങൾ. പക്ഷേ ഇതിന്റെ പോസിറ്റീവ് വശം എന്താണ്? പോസിറ്റീവ് വശങ്ങൾ മനുഷ്യനെ കൂടുതൽ കേപ്പബിൾ ആക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും സ്കില്ല് കുറഞ്ഞ അല്ലെങ്കിൽ സ്കില്ല് അധികം ആവശ്യമില്ലാത്ത പണികളിൽ മനുഷ്യനെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഹായിക്കാൻ പോകുന്നു. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചാൽ, കൂടുതൽ ഇപ്പോൾ ആസ് എ കമ്പനിയുടെ ഒരു CEO എന്നുള്ള നിലയിൽ ഞാൻ AI ഉപയോഗിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ, എനിക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഒന്നിലധികം പ്രപ്പോസലുകൾ പലർക്കായിട്ട് അയക്കേണ്ടി വരും. ഈ പ്രപ്പോസലുകൾ മിക്കവാറും ഞാൻ ആഴ്ചകളിരുന്ന് എഴുതി ഉണ്ടാക്കിയിട്ടാണ് പലപ്പോഴും അയക്കാറുള്ളത്. ഇപ്പോൾ എനിക്കതിന് 2 മണിക്കൂർ മതി. ഞാൻ ChatGPT ഉപയോഗിക്കും, അതിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കും, എനിക്ക് വേണ്ട ഹെഡ്ലൈൻസ് കൊടുക്കും, അതിന് വേണ്ട കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, എനിക്ക് വേണമെങ്കിൽ 2 അസിസ്റ്റൻറ്റുമാരുടെ അല്ലെങ്കിൽ എൻ്റെ 2 ആഴ്ചത്തെ സമയം എനിക്ക് വേണമെങ്കിൽ ലാഭിക്കാൻ കഴിയും. അങ്ങനെ മനുഷ്യരുടെ
അസിസ്റ്റന്റുമാരുടെ പണിയും പോകുന്നു വരാം. പണി പോകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും തിരിച്ചാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച് എല്ലാവരും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു സംഗതിയാണ് 8 മണിക്കൂർ പണി എന്നുള്ളത്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഒരു നിയമമാക്കി എടുത്തിരിക്കുകയാണ് 8 മണിക്കൂർ പണി ചെയ്തിരിക്കണം. അതിനുവേണ്ടിയാണല്ലോ രക്തമൊഴി. അതെ അതെ, ആ 8 മണിക്കൂർ പണി എന്നുള്ള അന്നത് ആവശ്യമായിരുന്നു. കാര്യം അന്നത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ കാലത്ത് മനുഷ്യരെ മൃഗങ്ങളെ പോലെ പണിയെടുപ്പിക്കുന്ന കാലത്ത് ചിലപ്പോൾ അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയതമായ രീതി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമായിരുന്നു. പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി. മനുഷ്യർക്ക് കൂടുതൽ ടൂളുകൾ അവൈലബിളായി. മനുഷ്യരുടെ പ്രൊഡക്ടിവിറ്റി എത്രമാത്രമാണ് ആ പ്രൊഡക്ടിവിറ്റി കൊണ്ട് മനുഷ്യർക്ക് സമ്പത്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റുക, ആ പ്രൊഡക്ടിവിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന പുതിയ ടൂളുകൾ വരികയാണ്. ചിലപ്പോൾ അതിനേക്കാൾ 10 മടങ്ങ് സമ്പത്ത് ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ടിവിറ്റി ടൂളുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ എന്തുകൊണ്ട് മനുഷ്യരുടെ ജോലി സമയം കുറെ കൂടി കുറയ്ക്കാൻ ഇത് സഹായിച്ചുകൂടാ? കഠിനാധ്വാനം വേണ്ട, ഭൗതികമായിട്ടുള്ള അധ്വാനം കുറയ്ക്കും. അതെ അതെ, കൂടുതൽ നമ്മൾ സ്മാർട്ടായി വർക്ക് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത്. 8 മണിക്കൂർ ജോലി എന്നുള്ളത് കുറച്ച് ഒരു 4 മണിക്കൂർ ജോലി. ആ നിയമം തന്നെ മാറാനുള്ള ഒരു കാരണമായേക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നാണ് ഞങ്ങൾ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് വശം. താങ്കൾ തന്നെ കേരള കൗമുദിയുടെ ഒരു കോൺക്ലേവിൽ പറയുകയുണ്ടായി, അതായത് ഡോക്ടർമാർ ഇപ്പൊ കണ്ണിലേക്ക് നോക്കുന്ന കാര്യം, അതൊന്ന് വിശദീകരിക്കുക. അത് നമ്മുടെ അരവിന്ദ് കണ്ണാശുപത്രിയുമായിട്ട് ചേർന്ന് ഗൂഗിൾ നടത്തിയ ഒരു റിസർച്ചിന്റെ റിസൾട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഗൂഗിളിന്റെ CEO പ്രസന്റ് ചെയ്യുകയായിരുന്നു. ആ പ്രസൻറ്റേഷനിലാണ് അദ്ദേഹം അത് കാണിക്കുന്നത്. കണ്ണിൻ്റെ ഇമേജ് കാണിച്ചിട്ട് ഈ കണ്ണിനെ പറ്റി കുറേ പ്രഡിക്ഷൻസ് നിർമ്മിത ബുദ്ധി നടത്തുകയാണ്. ആ പ്രഡിക്ഷൻസിൽ അത് ഏത് ഫീമെയിലാണോ മെയിലാണോ എന്ന്, ആ കണ്ണിൻ്റെ പടം കണ്ടാൽ ഫീമെയിലാണോ മെയിലാണോ എന്ന് നിർമ്മിത ബുദ്ധി പ്രഡിക്റ്റ് ചെയ്യുന്നു. അതുപോലെ എത്ര വയസ്സുള്ള ആളുടെ കണ്ണാണെന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അയാൾക്ക് പുകവലി ശീലമുണ്ടായിരുന്നു എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പറയുന്നു ഇന്ന അസുഖങ്ങൾ ഭാവിയിൽ ഈ കണ്ണിൻ്റെ ഉടമയ്ക്ക് ഉണ്ടായേക്കാം എന്ന് പ്രഡിക്റ്റ് ചെയ്യുന്നു. ആരോഗ്യാവസ്ഥ അത് ഏകദേശം 3 ലക്ഷം കണ്ണിൻ്റെ ഇമേജസ് വെച്ച് പഠനം നടത്തിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് തിരിച്ചു വന്നിട്ട് പുതിയൊരു കണ്ണിൻ്റെ പടം കാണുമ്പോൾ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ജനറേറ്റീവ് എയുടെ ഒരു ഗുണം. അതാണ്. അതിപ്പോൾ കണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനിയിപ്പോൾ നാളെ ഹാർട്ടിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും. അപ്പോൾ ഇത് പ്രത്യേകം പറയുന്നുണ്ട്, കണ്ണ് കണ്ടാൽ ഹാർട്ട് ഡിസീസ് ഉണ്ടാവുമെന്ന് പറയും. അങ്ങനെയുണ്ട്. അത് ഈ പഠനത്തിൻ്റെ ഒരു ലാസ്റ്റ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, കണ്ണിൻ്റെ ഇമേജ് കണ്ടാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രഡിക്റ്റ് ചെയ്യും നിങ്ങൾക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ കാർഡിയാക് പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുള്ള മനുഷ്യനാണോ ഇതെന്ന്. അതിനെ ടെക്നോളജി നിയന്ത്രിക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മൾ. അവർ പ്രത്യേകം എടുത്തു പറയുന്നു, നമ്മളുടെ ഇപ്പോഴുള്ള ഡയഗ്നോസ്റ്റിക് ടൂളുകൾ, ഹെൽത്ത് കെയറിലെ ഡയഗ്നോസ്റ്റിക് ടൂളുകൾ എല്ലാം ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് റീപ്ലേസ് ചെയ്യപ്പെട്ടേക്കാം. പറ്റും. അന്നേരം ഡോക്ടർമാർ തൊഴിൽരഹിതരാകുമോ? അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും കുറെ കൂടി അവർ കേപ്പബിൾ ആകണം. ഒരിക്കലും എക്സ്റേ വന്നതുകൊണ്ട് ഡോക്ടറെ ഓർത്തോപീഡിക് ആളുടെ പണി പോവുകയല്ലല്ലോ ചെയ്ത്, പകരം അയാൾക്ക് കൃത്യമായി ആ രോഗം പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി. ഞാൻ പറയുക, ഏത് പുതിയ ടൂളും ഡോക്ടറെയൊക്കെ കുറച്ചുകൂടി കേപ്പബിൾ ആക്കുകയും കുറെ കൂടി മനുഷ്യർക്ക് ഡോക്ടറെ എൻട്രി ചെയ്യും ഉറപ്പായിട്ടും. ഇപ്പോൾ പണ്ടൊരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട്, ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീൻ അവനെ കൈകാര്യം ചെയ്യണം. കാരണം എന്താ പറയുക, അഴിമതിയുടെ രേഖകളൊക്കെ കോപ്പി വെടി വന്നവർ. അതുപോലെ ഈ സാങ്കേതിക വിദ്യ AI ഇങ്ങനെ മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അപകടത്തെ പോലെ തന്നെ അതിലൂടെ ഗുണവും ഉറപ്പായിട്ടും. ഏത് പുതിയ സാങ്കേതിക വിദ്യക്കും 2 വശവും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം നമ്മൾ ഇപ്പോൾ താങ്കളൊരു IT മേഖലയിൽ വളരെ സ്ട്രഗിൾ ചെയ്ത് കയറി വന്ന്, പാരമ്പര്യത്തിൽ നിന്ന് കയറി വന്ന് വലിയൊരു വിജയക്കൂടി പാറിച്ച ഒരാളാണ്, പലർക്കും മാതൃകയാണ്. അന്നേരം ഈ സാങ്കേതിക വിദ്യ എപ്പോഴും നമ്മൾ ഒരു വിഭാഗം ആൾക്കാർ ഇപ്പം IT മേഖല അല്ലെ IT കാര്യങ്ങൾ ഇതുമായിട്ട് ആ മേഖലയിലേക്ക് ഒതുക്കപ്പെടുമോ, അതോ ഇതൊന്നും അറിയാതെ അന്തം വിട്ട് നിൽക്കുന്ന പാവപ്പെട്ട കർഷകർക്ക് ഇതുകൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാവും? ഞാൻ പറയും, കർഷകരും ഒക്കെ ഇതിനകത്തുനിന്ന് ഗുണം സ്വാംശീകരിക്കാൻ പോവാണ്. ഇപ്പം തന്നെ കേരളത്തിൽ നിന്ന് തന്നെ സ്റ്റാർട്ടപ്പുകളുണ്ട്. അതായത് കർഷകരെ സഹായിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ, അതും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുണ്ട്. മേളിൽ നിന്ന് ഡ്രോൺ ഉപയോഗിച്ച് വയലിൻ്റെ ഫോട്ടോ എടുത്ത് കതിരിടുന്നതിന് മുമ്പ് നെല്ലിൻ്റെ ഫോട്ടോ കളക്ട് ചെയ്ത് ആ നെല്ലിന് കൃഷിക്ക് എന്തെങ്കിലും വളത്തിൻ്റെ കുറവുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ആ നെൽക്കതിരിൻ്റെ ചിത്രങ്ങൾ ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാർട്ടപ്പ് കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. ശരിക്കും അഗ്രികൾച്ചർ അല്ലെ കാർഷിക സർവകലാശാലയൊക്കെ ഈ മേഖലയിലൂടെ വ്യാപരിച്ച് കർഷകരെ സഹായിക്കുകയല്ലേ? കുറേ അധികം അവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് കണ്ട ഒരു സ്റ്റാർട്ടപ്പാണിത് ഞാൻ. അപ്പോൾ കേരളത്തിലെ സ്റ്റാർട്ടപ്പിലെ ഈ പറഞ്ഞ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുമായിട്ടും ഗവേഷണ കേന്ദ്രങ്ങളുമായിട്ടും കണക്ട് ചെയ്യപ്പെടുക വഴി കുറേയധികം ആളുകളിലേക്ക് ഈ ഗുണങ്ങൾ എത്തിപ്പെടുന്നുണ്ട്.
എനിക്ക് തോന്നുന്നു അത് ആലപ്പുഴ ബേസ്ഡ് സ്റ്റാർട്ടപ്പ് തന്നെയാണ് ഈ ടെക്നോളജി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ സിന്തറ്റിക് ബയോളജി അതൊരു പുതിയ മേഖലയാണോ? സിന്തറ്റിക് ബയോളജി പുതിയ മേഖലയല്ല. നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജനറ്റിക്സ്, ജീനോമിക്സ്, അങ്ങനെ ഒത്തിരി അധികം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യാ മേഖലകൾ വളർന്നു വരുന്നുണ്ട്. അവയെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കോമണായി വിളിക്കുന്ന ഒരു പേരാണ് സിന്തറ്റിക് ബയോളജി. താങ്കൾ പറഞ്ഞു കേട്ടു ഇങ്ങനെ ലാബിൽ നിന്ന് ബീഫ് അല്ലെങ്കിൽ അതിപ്പോ തന്നെ മാർക്കറ്റിലുണ്ട്. അതാണ് എന്റെ അത്ഭുതം. എന്താണ് അതിന്റെ ഒരു സാങ്കേതിക? അത് കൾട്ടിവേറ്റഡ് മാംസം എന്നാ പറയാ. അതായത് നമ്മുടെ ലാബിൽ വളർത്തിയെടുക്കുന്ന മാംസമാണ്. അന്നേരം ഇതുപോലെ ഈ മാട് അല്ലെങ്കിൽ പശു ഇങ്ങനെ അതിന്റെ അതേ ടേസ്റ്റിലുള്ള ആ മാംസത്തിന്റെ ആ പ്രോട്ടീൻ ഘടനയുള്ള സംഗതികൾ ലാബിൽ കൃത്രിമമായി വളർത്തിയെടുക്കാൻ പറ്റും. ആ വളർത്തിയെടുത്ത ആളുകൾ ഇപ്പോൾ വീഗൻസ് എന്നൊക്കെ വിളിക്കുന്നവർ, പ്രത്യേകിച്ചും മൃഗങ്ങളെ കൊല്ലാൻ പാടില്ല എന്നൊക്കെയുള്ള അവരുടെ ഇടയിൽ ഈ മാംസം ഇപ്പം തന്നെ പ്രചാരത്തിലുണ്ട്. ഇപ്പം തന്നെ അമേരിക്കയിൽ നിന്നൊക്കെ ഈ മാംസം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൻ്റെ രുചിയിൽ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. ബീഫിൻ്റെ അതേ രുചിയിലുള്ള ബീഫിൻ്റെ ഇത് കൾട്ടിവേറ്റഡ് മാംസം ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിപ്പോൾ ഈ മറ്റേ ഷുഗർ ഫ്രീ എന്നൊക്കെ പറയുന്ന കണക്കുള്ള പഞ്ചസാര പോലെയാണോ? ശരിക്കും മാംസത്തിന്റെ എല്ലാ ഗുണങ്ങളും അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ ധാന്യങ്ങളും അതുപോലെ വരുമെന്നാണ്? ധാന്യങ്ങളും സ്റ്റാർച്ച് അതുപോലെ റിക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാവുകൾ നമ്മുടെ വയലേലകളും കർഷകനും എല്ലാം അങ്ങനെ പറയുന്നതിനേക്കാൾ എനിക്കിഷ്ടം കുറെ കൂടി പ്രാക്ടിക്കലാവാൻ നമുക്ക് പറ്റും. ഇപ്പം നമ്മൾ കൃഷി എന്നുള്ളത് നമ്മളൊരു തരത്തിൽ മനുഷ്യരെ ഫീഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കാർഷിക വിപ്ലവം വഴി ഫീഡ് ചെയ്ത് തന്നെയാണ് മനുഷ്യരെ കൊണ്ടുവന്നത്. ഇത് മനുഷ്യരെ പട്ടിണി ഇല്ലാതാക്കുന്നതിൽ നമ്മൾ ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ നമുക്കുണ്ടായ ഒരു പ്രതികൂലമായൊരു സംഗതി എന്ന് പറയുന്നത് കൃഷി എപ്പോഴും ഒരു തരത്തിൽ കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സംഗതിയാണ്. കാര്യം മീഥേൻ്റെ ഏറ്റവും വലിയ പ്രൊഡ്യൂസർ ഈ കൃഷിയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഫാമിംഗ് ആണ്, നമ്മുടെ കൗ വളർത്തലൊക്കെയാണെന്ന് പറയാം. ഈ സംഗതികളെ നമുക്ക് കുറെ കൂടെ കൺട്രോൾ ചെയ്ത് വേണ്ടത്ര സംഗതികൾ മാത്രം നിലനിർത്തി ആവശ്യമുള്ളത്രയും കൃഷിയിലും ആവശ്യമുള്ളത്രയും ലാബിൽ നിന്നും ഒക്കെ വരുന്ന ഒരു സന്തുലിതമായൊരു അവസ്ഥ ഭൂമിയിലുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഇതൊരു ദീർഘകാല ലോങ് റണ്ണിലാണ് ഇതൊക്കെ വലിയ രീതിയിൽ, അതോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്? അടുത്ത 10 വർഷത്തിൽ ഇതൊക്കെ പ്രായോഗിക തലത്തിലെത്തും എന്നാണ്, വിപണിയിലുണ്ടാവും എന്നാണ് കരുതുന്നത്. ഈ മേഖലയിൽ ഇന്ത്യയുടെ ഒരു സ്റ്റേക്ക് എന്താണ്? ഇന്ത്യയിലും ഒത്തിരിയധികം ഗവേഷണങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും കോർപ്പറേറ്റ്സ് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു മൈക്രോസോഫ്റ്റിൻ്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. മൈക്രോസോഫ്റ്റിൻ്റെ അല്ല, ബിൽഗേറ്റ്സിൻ്റെ. ഇപ്പം ബിൽഗേറ്റ്സ് മൈക്രോസോഫ്റ്റിൽ ഇല്ലാത്തതുകൊണ്ടല്ല, അത് പുറത്തു പോയിട്ട് ബിൽഗേറ്റ്സ് ഫൗണ്ടേഷൻ, അതിൻ്റെ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം പഞ്ചാബിൽ നടന്നൊരു ഗവേഷണത്തെ പറ്റി പറയുന്നുണ്ട്. പഞ്ചാബിലെ ലാബിലുണ്ടാക്കിയ ഒരു എന്താ പറയുക ഗ്രെയിൻ, ഗോതമ്പിൻ്റെ ഒരു പ്രത്യേക, പണ്ടാണെങ്കിൽ അത് അദ്ദേഹം പറയുന്നത് പണ്ടാണെങ്കിൽ ഒരു 10-20 വർഷം റിസർച്ച് ചെയ്തുണ്ടാക്കുന്ന ഒരു ഗോതമ്പിൻ്റെ വിത്ത് അവർ 6 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തു ലാബിൽ. ആ വിത്ത് അവിടെ ഒരു സീസണിൽ ചില സമയത്ത് നേരത്തെ മഴ പെയ്താൽ ഈ ഗോതമ്പ് കൾട്ടിവേഷൻ ചിലപ്പോൾ 4 മാസം 5 മാസമോ വിളവാണ് ഗോതമ്പിനുള്ളത്. അപ്പോൾ അതിൽ നേരത്തെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഡൗൺ ആയി പോകും ഗോതമ്പ് കൃഷി. ആ സീസണിലെ ഗോതമ്പ് കൃഷി ഡൗൺ ആവും. അപ്പോൾ അതിന് മഴ നേരത്തെ പെയ്യും. അത് 3 മാസമൊക്കെ ആയി ഇതിൻ്റെ വിളവിൻ്റെ കാലം കുറച്ചാൽ ഈ കൃഷി സംരക്ഷിക്കാൻ പറ്റുമെന്നുള്ള രീതിയിലൊരു ഗവേഷണം. പക്ഷേ അങ്ങനെ 6 മാസം വിളവുണ്ടായിരുന്ന ഒരു സാധനം 3 മാസം വിളവുള്ള ഒരു പുതിയ വിത്തായി സൃഷ്ടിച്ചെടുക്കണമെങ്കിൽ മുമ്പ് ഈ നമ്മുടെ ജനിതക ശാസ്ത്രം വളർന്നു കഴിഞ്ഞിട്ടും ഒരു 6-7 വർഷമെങ്കിലും മിനിമം എടുക്കുമായിരുന്നു ഒരു വിത്ത് പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ അത് 3 മാസം കൊണ്ട് ലാബിൽ ക്രിയേറ്റ് ചെയ്ത് ആ വർഷം നേരത്തെ മഴയുണ്ടാകുന്നുണ്ടെങ്കിൽ ആ വർഷത്തേക്ക് വേണ്ട അനുയോജ്യമായ വിത്തുണ്ടാക്കി ആ വർഷം കൃഷി ചെയ്യാമെന്നുള്ള രീതിയിലേക്കൊക്കെ ആ രീതിയിൽ കൃഷിയെ സഹായിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഇതിലെല്ലാം ഒരു കൃത്രിമത്വത്തിൻ്റെ ഒരു എലമെന്റ് ഉണ്ടല്ലോ, അത് മനുഷ്യന്റെ ആരോഗ്യത്തെ ബാധിക്കത്തില്ല. സയന്റിഫിക് ആയിട്ട് പറഞ്ഞാൽ അങ്ങനെ ഒരു കൃത്രിമത്വം ഇല്ല. ബേസിക് ആയിട്ട് ഞാനൊരു സയൻസിൽ വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതും അല്ലെങ്കിൽ സിന്തറ്റിക്കായി ഉണ്ടാക്കുന്ന എല്ലാത്തിൻ്റെ അകത്തും ഒരേ തന്മാത്രകളും ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ഭയങ്കര പ്രകൃതി ജീവനത്തോടൊക്കെ ഒത്തു നിൽക്കുന്നവരൊക്കെ പറയാറുണ്ട് ചില സമയത്ത് പ്രകൃതി ഇതിനെ ഉണ്ടാക്കുമ്പോൾ അത് വേറെയും ലാബിൽ നിന്നുണ്ടാകുന്ന മോളിക്യൂൾ വ്യത്യസ്തം. അങ്ങനെയില്ല, എല്ലാം കെമിക്കൽസ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നത്.
അല്ല നമ്മളിപ്പോൾ ജൈവ പച്ചക്കറി അല്ലെ ജൈവ നെല്ല് ഇങ്ങനെയുള്ള പല വാദങ്ങളും ഉയർന്നു വരുന്ന ഒരു കാലം കൂടിയാണ്. പ്രത്യേകിച്ച് പച്ചക്കറിയോടൊക്കെ വലിയ താല്പര്യമാണ്. നമുക്ക് ഈ സാങ്കേതികത്വം ഇതും കൂടെ എങ്ങനെ മാച്ച് നമുക്ക് വേണമെങ്കിൽ കീടനാശിനിയുടെ പ്രയോഗം ചില കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. കീടനാശിനിയുടെ മോളിക്യൂള് നേരിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെന്നാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അത് വിഘടിക്കാത്ത മോളിക്യൂൾസ് ആയതുകൊണ്ട് ശരീരം സ്വാംശീകരിച്ചാൽ ചിലപ്പോൾ ക്യാൻസറസ് ആവാം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കീടനാശിനി ഒഴിച്ചുള്ളതെല്ലാം രാസവളങ്ങൾ പോലും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള തന്മാത്രകളല്ല യഥാർത്ഥത്തിൽ. പക്ഷേ വേരുകൾ സ്വാംശീകരിച്ചെടുത്ത് ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ സയൻറ്റിഫിക്കായിട്ട് അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇപ്പം താങ്കൾ പുതിയൊരു ഇന്നോവേഷൻ ചലഞ്ചിൽ അല്ലെ അങ്ങനെ പറയാമെന്ന് അറിയത്തില്ല, AI ഭാരത് അതിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. എന്താണ് അതിനെക്കുറിച്ചൊന്ന് പറയാം? അത് കേന്ദ്ര ഗവൺമെന്റ് AI ഭാരത് എന്ന് പറയുന്നത് ചെന്നൈ IITയുടെ പ്രോജക്റ്റാണ്. അത് ഗവൺമെന്റ് സ്പോൺസർഡ് പ്രോജക്റ്റാണ്, കേന്ദ്ര ഗവൺമെന്റ് സ്പോൺസർഡ് പ്രോജക്റ്റാണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഭാഷകളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനേബിൾ ആക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ അതെ അതെ മലയാളിക്കും വേണമെങ്കിൽ കമ്പ്യൂട്ടറിനോട് സംസാരിക്കാം, മലയാള ഭാഷയിൽ തൻ്റെ സ്വന്തം ഭാഷയിൽ സംസാരിക്കാം, അതിന് കേപ്പബിൾ ആക്കുക. അപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 13 ലാംഗ്വേജസ് ചെന്നൈ IITയുടെ സഹായത്തോടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കേപ്പബിൾ ആക്കി മാറ്റുന്നുണ്ട്. അതിൽ ട്രാൻസ്ലേഷനുണ്ട്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ അല്ല, ഭാഷ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന മോഡലാണ്. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ബംഗാളി നോവൽ നമുക്ക് ഇതിലൂടെ നമുക്ക് മലയാളത്തിൽ വായിക്കാം. അത് തന്നെയാണ് അവരുടെ ചലഞ്ചിലെ 2 കമ്പോണൻസാണ് ഉള്ളത്. ഒന്ന് ഈ ഡോക്യുമെന്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യുക, വ്യത്യസ്ത ഭാഷകളിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക. രണ്ടാമത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ പങ്കെടുക്കുന്നത്, റിയൽ ടൈം ഓഡിയോ ട്രാൻസ്ലേറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ മലയാളിയും സാറ് ഇംഗ്ലീഷിലാണ് സാറിന് മനസ്സിലാവുന്നതെങ്കിൽ എൻ്റെ ഭാഷ അതേസമയം അത് പക്ഷേ പാർലമെന്റിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ പാർലമെന്റിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ടു ഹിന്ദി മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ സൗത്ത് ആഫ്രിക്കയിലെ ബ്രിക്സ് സമ്മിറ്റിന് പോയപ്പോൾ അന്ന് ഷീ ജിൻപിങ്ങും പുട്ടിനും എല്ലാം റഷ്യനും ചൈനീസും അന്നേരം അവരെല്ലാം പ്രസംഗിക്കുന്നത് നമുക്ക് അപ്പം തന്നെ വ്യത്യസ്ത ഭാഷകളിൽ ഇംഗ്ലീഷിൽ കേൾക്കാം. അപ്പോൾ ഈ ഇംഗ്ലീഷിന് വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. കാര്യം കോർപ്പറേറ്റുകളെല്ലാം വർക്ക് ചെയ്യുന്ന ഭാഷ ഇംഗ്ലീഷ് ആയതുകൊണ്ട് അതിന് AI ഒത്തിരി പ്രൊമോഷൻ ഓൾറെഡി കിട്ടുന്നുന്നുണ്ട്. ഇതിപ്പോൾ വരാൻ പോകുന്നത് ഇപ്പം ഒരാൾ ഹിന്ദിയിൽ സംസാരിച്ചാൽ നമുക്ക് മലയാളത്തിൽ കേൾക്കാം. അപ്പം നമ്മൾ ഈ ചലഞ്ചും കുറച്ച് 6-7 മാസമായി ഇപ്പോൾ നടക്കുന്നു. ഇതിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഭാരത് VC വീഡിയോ കോൺഫറൻസിങ്ങിൽ പങ്കെടുക്കുന്നവർ വ്യത്യസ്ത ഭാഷക്കാരാണെങ്കിൽ ആ ഭാഷ അവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ അപ്പുറത്തുനിന്ന് കേൾക്കാം. അതിനുള്ള ഈ 13 ഭാഷയും നമ്മൾ 13 ഭാഷ പ്ലസ് പിന്നെ ഇംഗ്ലീഷ് നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഈ കഴിഞ്ഞ G20 സമ്മിറ്റിൽ നമ്മൾ അവരുടെ ആവശ്യപ്രകാരം, മിനിസ്ട്രിയുടെ ആവശ്യപ്രകാരം നമ്മൾ G20 വന്നിട്ടുള്ള എല്ലാ ഭാഷകളും, G20 ലോക നേതാക്കളുടെ എല്ലാ ഭാഷണിയിൽ ഈ ചലഞ്ചിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്തു. അപ്പം നമ്മുടെ പ്രോഡക്റ്റ് അവിടെ ഡൽഹി സമ്മിറ്റിൽ പ്രസൻറ്റ് ചെയ്തിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് കാശിയിൽ നടന്ന തമിഴ് സംഗമം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ അദ്ദേഹം ഹിന്ദിയിൽ സംസാരിച്ചപ്പോൾ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് നടപ്പിലാക്കി. ഓൾറെഡി ഇപ്പോൾ ആ ടെക്നോളജി നമ്മൾ ഇത്തവണത്തെ ഇന്നോവേഷൻ ചലഞ്ചിൽ ഈ അതറിയില്ല. അവസാനത്തെ 3 നമ്മളുണ്ട്. അവസാനത്തെ 3 പേരിൽ എന്നാണ് അതിന്റെ ഒരു ഫൈനൽ? അത് മിക്കവാറും ജനുവരി ആദ്യം, എനിക്ക് ജനുവരി 5-ാം തീയതിക്കോ 6-ാം തീയതിയിലോ അതിന്റെ റിസൾട്ട് വരും. അപ്പോൾ അത് കിട്ടട്ടെ എന്ന നമുക്കെല്ലാം അഭിമാനമാണ്. അത് തന്നെ ആദ്യം ഈ കോവിഡ് കാലത്ത് ഈ കൺസോൾ അല്ലെ വീഡിയോ കോൺഫറൻസിങ് സൊല്യൂഷൻ അന്നൊരു സംവിധാനം ഉണ്ടാക്കി. ഇപ്പോൾ അത് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വീഡിയോ കോൺഫറൻസിങ് സംവിധാനമായി മാറി. അതിലേക്ക് അങ്ങനെ ഒരു തോന്നൽ ഞാൻ ജോലി ചെയ്യാൻ ആരംഭിച്ചത് ഇതുപോലൊരു പ്രോഡക്റ്റിലാണ്. അത് ശരി. അപ്പോൾ എൻ്റെ 2000 ഞാൻ കൊച്ചിയിൽ ആദ്യത്തെ കമ്പനിയിൽ ജോലിക്കാരനായി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ അസൈൻമെൻറ്റ് ഓഡിയോ, അന്ന് വീഡിയോ ഇല്ല, അത്ര പോപ്പുലർ അല്ല, ഓഡിയോ കോൺഫറൻസിങ് ഇൻ്റർനെറ്റിൽ കൂടെ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ കമ്പനി അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതിലൊരു എഞ്ചിനീയറായിട്ടാണ് ഞാൻ എൻ്റെ ജോലി ആരംഭിക്കുന്നത്. 2006 ആയപ്പോഴത്തേക്കിനും ആ കമ്പനി അവർ ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒന്ന് ക്ലോസ് ചെയ്തു. അപ്പോൾ അവർ തന്നെയാണ് ആദ്യം, അവർക്ക് അമേരിക്കയിൽ കമ്പനിയുണ്ട്, അവർ തന്നെയാണ് ആദ്യം എന്നോട്, അപ്പോൾ ഏകദേശം ഞാൻ ആ ടീമിൻ്റെ തലപ്പത്തെത്തിയിരുന്നു. അപ്പോൾ ആ കമ്പനിയുടെ ഓണർ തന്നെയാണ് എന്നോട് ആദ്യം ഈ പ്രോഡക്റ്റ് ചെയ്തു കൊടുക്കുമോ എന്ന് ചോദിച്ച് സമീപിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ആക്സിഡൻ്റലി ഓൺടർപ്രണർ ആവുന്നത്. 2009 ഞാൻ ടെക് ജംഗ്ഷൻ എന്നുള്ള സ്ഥാപനം സ്ഥാപിച്ചു. ആ സമയത്ത് ഈ പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നമ്മൾ അന്ന് വീഡിയോ കോൺഫറൻസ് ആക്കി.
ഈ ടെക്ജൻഷ്യ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? അത് 2 വാക്കുകൾ കോയിൻ ചെയ്തുണ്ടാക്കിയതാണ്, ടെക്നോളജി പ്ലസ് ഇൻ്റലിജൻഷ്യ. ഓ, അങ്ങനെയാണ് ടെക്ജൻഷ്യ ആ വാക്ക് അങ്ങനെ വരുന്നത്. താങ്കൾ ആലപ്പുഴയിലെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു വളർന്ന? മിഡിൽ ക്ലാസ് ഒന്നും അല്ല. അയ്യോ, എൻ്റെ ഫാമിലി, എൻ്റെ ഫാദർ ഒരു ഫിഷർമാനാണ്. ഓ, ശരി. അമ്മ ഇല്ലിറ്ററേറ്റ് ആണ്. രണ്ടുപേരും അത്രയധികം വിദ്യാഭ്യാസം ഒന്നും, 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ചിട്ടുള്ള മക്കളായിരുന്നു. ഞങ്ങൾ 2 പേരായിരുന്നു. ജ്യേഷ്ഠൻ മരിച്ചുപോയി. ഞാൻ MCA TKM പഠിക്കുന്ന സമയത്ത് ജ്യേഷ്ഠൻ്റെ ആക്സിഡൻറ്റിൽ മരിച്ചു. അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ്, വീട്ടിലിപ്പോൾ ഒറ്റ മോനാണ്. അല്ല, അന്നേരം ഈ പഠിക്കാൻ അവർ പക്ഷേ വലിയൊരു പിന്തുണയായിരുന്നു നൽകിയ വീട്ടിൽ? അമ്മ നല്ല പിന്തുണയാണ്. അച്ഛന് ഇതിനെപ്പറ്റി അച്ഛൻ ഫിഷർമാൻ ആയതുകൊണ്ടും ആ ഒരു പഠനം അല്ലെങ്കിൽ എന്റർപ്രൈസിങ് അങ്ങനത്തെ ഒരു അറിയത്തില്ല. അമ്മ പക്ഷേ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു നമ്മളെ പഠിപ്പിക്കാൻ. താങ്കളുടെ ഒരു എയിം എന്തായിരുന്നു അന്ന് ഈ TKM എഞ്ചിനീയറിംഗ് കോളേജിലേക്കൊക്കെ പോകണമെന്നുള്ള? അങ്ങനെ ഒരു എയിം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ. ഞാൻ ഡിഗ്രി വരെ കെമിസ്ട്രിയാണ് പഠിച്ചത്. ഡിഗ്രിക്ക് കെമിസ്ട്രിയാണ് പഠിച്ചത്. കെമിസ്ട്രി പഠിച്ചപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലർക്കും മെഡിക്കൽ എൻട്രൻസ് കിട്ടി. അപ്പം ഞാൻ കെമിസ്ട്രി കഴിഞ്ഞ വർഷം, കെമിസ്ട്രി ഫൈനൽ ഇയർ ഡിഗ്രി കഴിഞ്ഞ വർഷം ഞാനും മെഡിക്കൽ എൻട്രൻസ് എഴുതി. എനിക്ക് കിട്ടിയത് ഹോമിയോ മെഡിസിനാണ്. ഇപ്പോൾ ഹോമിയോ മെഡിസിന് ചേർന്ന് ഞാൻ ചോറ്റാനിക്കര പടിയാർ മെഡിക്കൽ കോളേജിലാണ് ജോയിൻ ചെയ്തത്. അവിടെ പോയിക്കൊണ്ടിരിക്കെ 1-2 ആഴ്ച ഞാൻ കോളേജിൽ പോയിക്കൊണ്ടിരിക്കെ ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ എൻട്രൻസ് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും വേഗത്തിൽ ജോലി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ആരോ പറഞ്ഞു വീട്ടിലൊരു സാഹചര്യമൊക്കെ കൊണ്ട് ഫൈനാൻഷ്യലി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ജോലി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ എൻട്രൻസ് എഴുതി, വേഗത്തിൽ ജോലി കിട്ടുമെന്ന് കേട്ടതുകൊണ്ട് അങ്ങനെ MCAക്ക് വന്നെത്തിപ്പെട്ടതാണ്. അതിന് മുമ്പ് കമ്പ്യൂട്ടറായിട്ട് ഒരു ബന്ധം. അതെ, TKM എഞ്ചിനീയറിംഗ് കോളേജ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സ്വന്തമായിട്ടുള്ള ഒരു അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു? അത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആദ്യത്തെ കമ്പനിയുടെ അവരാണ് നമ്മളെ കൊണ്ട് ചെയ്യിച്ചതാണ്. ഞാൻ അങ്ങനെ ഒരു എന്റർപ്രൈസിങ് ക്യാരക്ടറൊന്നും ആയിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ 2 പേരും ഉണ്ട്. താങ്കളുടെ വിജയം അവർ കണ്ടു? അവർ കണ്ടു. അവരുടെ പടമൊക്കെ പത്രത്തിൽ വന്നു. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി. കാരണം താങ്കളുടെ ജീവിതം തന്നെ ഈ വരുന്ന ഒരു വലിയ തലമുറയ്ക്ക് മാതൃകയാണ്. ഇപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ സ്വന്തമായിട്ട് സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അവരുടെ മുന്നിലേക്ക് വന്ന ഇതാണ് ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പ് പല സംരംഭങ്ങളും, പക്ഷേ അതിൻ്റെയൊക്കെ വിജയസാധ്യത വളരെ കുറവാണ്. എവിടെയാണ് ഇത് പരാജയപ്പെട്ടു പോകുന്നത്? സ്റ്റാർട്ടപ്പുകളുടെ വിജയസാധ്യത ലോകത്തെല്ലായിടത്തും സ്റ്റാർട്ടപ്പുകൾക്ക് പരാജയ സാധ്യതയാണ് കൂടുതലുള്ളത്. അത് കേരളത്തിലാണ് അറ്റംപ്റ്റാണ്. അതെ. പക്ഷെ ആ അറ്റംപ്റ്റ് കൊടുക്കുന്ന ഒരു വലിയ പഠനമുണ്ട്. അതുപോലെ ഒരുപക്ഷെ നിങ്ങൾ 10-40 വർഷം ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ കിട്ടാത്തത്ര വിവരം ചിലപ്പോൾ ഈ 1-2 വർഷം സ്റ്റാർട്ടപ്പ് ട്രൈ ചെയ്യുമ്പോൾ കിട്ടും. ദാറ്റ് വിൽ ബി വലിയൊരു മൂലധനമാണത്. ആ മൂലധനം വെച്ചിട്ട് പലരും നമ്മൾ കാണുന്ന വിജയിച്ച സ്റ്റാർട്ടപ്പുകളുടെ പിന്നിലുള്ള പലരും ഒന്നിലധികം സ്റ്റാർട്ടപ്പുകൾ ചെയ്തവരായിരിക്കും. 1-2 സ്റ്റാർട്ടപ്പുകൾ പരാജയപ്പെട്ടതിന് ശേഷമായിരിക്കും അവരുടെ ഒരു മിക്കവാറും ഇതിനകത്ത് പിവട്ടിങ് എന്ന് പറഞ്ഞൊരു ടേം ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ ചെയ്തു തുടങ്ങിയ സംഗതിയിലായിരിക്കില്ല നമ്മളുടെ വിജയം എത്തിപ്പെടാം. അത് പലപ്പോഴായി നമ്മൾ ചിലപ്പോൾ പല രീതിയിൽ ഉരുത്തിരി മിക്ക സ്റ്റാർട്ടപ്പുകളും അങ്ങനെയാണ്. അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതോ ഒരു പ്രോഡക്റ്റിലായിരിക്കും. ചിലപ്പോൾ അവർ വിജയിച്ച് രക്ഷപ്പെടുന്നത് മറ്റൊരു പ്രോഡക്റ്റിലാവാനുള്ള സാധ്യതയുണ്ട്. പരാജയ സാധ്യതയുള്ള മേഖല തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു നമ്മൾ ആദ്യം പഠിക്കുന്ന ഒരു സാധനമുണ്ട്, ഫെയിൽ ഫാസ്റ്റ്. പറ്റാവുന്നത്ര വേഗത്തിൽ നിങ്ങൾ പരാജയപ്പെടുക എന്നുള്ളതാണ് സ്റ്റാർട്ടപ്പുകളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു സംഗതി. പരാജയം ഉൾക്കൊണ്ട് അതിൽ നിന്ന് കിട്ടിയ നോളജ് നിങ്ങൾ അടുത്ത സ്റ്റാർട്ടപ്പിൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ വിസ്ഡം നിങ്ങൾ അടുത്തതിൽ ഉപയോഗിക്കുമ്പോൾ അത് വിജയിക്കാറുണ്ട് മിക്കവാറും. അതാണ് ആ ഒരു എക്സ്പീരിയൻസിലൂടെയാണ്. പിന്നെ ഫെയിൽ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഒത്തിരി ലീനായിട്ട് റിസോഴ്സ് അധികം ഉപയോഗിക്കാതെ എല്ലാ തരത്തിലും, ക്യാപിറ്റൽ ആയിക്കോട്ടെ ആളുകളെ ആവട്ടെ, വളരെ കുറച്ച് റിസോഴ്സ് ഉപയോഗിച്ച് നമ്മൾ ആലോചിക്കുന്ന ഐഡിയ നമ്മുടെ സമൂഹത്തിന് ഉപയോഗപ്പെടുന്നതാണോ, അതൊരു വിജയമായി മാറാൻ സാധ്യതയുണ്ടോ എന്ന് പെട്ടെന്ന് വെറ്റ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കേപ്പബിലിറ്റിയാണ് ഇതിനകത്ത്. നല്ല സ്റ്റാർട്ടപ്പുകളെ ഏറ്റെടുക്കാനും വലിയ രീതിയിൽ നിക്ഷേപം നടത്താനും ഒരുപാട് വിദേശ കമ്പനികളും വരുന്നുണ്ട്. കേരളത്തിലുമൊക്കെ സ്റ്റാർട്ടപ്പുകൾക്ക് ഒത്തിരി നിക്ഷേപങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പം ടെക്ജൻഷ്യ ഇപ്പം വലിയ രീതിയിൽ പടർന്ന് പന്തലിച്ചു. വിദേശ സഹകരണം എല്ലാം ഇല്ലേ? ഉണ്ട്. ഇതുവരെ ഞങ്ങൾ ഫണ്ടിങ് എടുത്തിട്ടില്ല. നമ്മുടെ സ്വന്തം റവന്യൂവിലാണ് കമ്പനി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താങ്കളുടെ കുറെ പ്രിൻസിപ്പിൾസും അതിന്റെ ഭാഗമാണെന്നോ? അതുണ്ട്. പിന്നെ ഇപ്പോൾ ഗവൺമെന്റിന്റെ പ്രോജക്ട്സ് ഉള്ളത് കൊണ്ട് ചില റെസ്ട്രിക്ഷൻസ് നമ്മുടെ മേലെ ഉണ്ട്. ഫണ്ടിങ് ആണെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ള ഫണ്ടിങ് ആയിരിക്കണം. അത് അവര് വാക്കാൽ പറഞ്ഞിട്ടില്ല എങ്കിലും എനിക്കറിയാം അതങ്ങനെ ആയിരിക്കണം. പക്ഷേ രാജ്യത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിൽ താങ്കൾക്ക് കൂടി സന്തോഷമുണ്ട്. നല്ല അഭിമാനമുണ്ട്. കാരണം ഇത് എല്ലാവർക്കും കിട്ടുന്ന അവസരമല്ലല്ലോ. എല്ലാവർക്കും ഇപ്പോൾ ഒത്തിരി കമ്പനികൾ ഈ ഇന്നൊവേഷൻ ചലഞ്ചിൽ, ആദ്യത്തെ ഇന്നൊവേഷൻ ചലഞ്ചിൽ 2020 നടന്നതിൽ 2000-ഓളം കമ്പനികൾ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നിന്ന്. അതിലൊരു കമ്പനിയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതിനകത്ത് ഇന്ത്യയിലെ വമ്പൻ കമ്പനികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു, ചെറുകിട കമ്പനികൾ മാത്രമല്ല. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയതും
ഭാരത് വി സി ആ പേര് തന്നെ അവർ സജസ്റ്റ് ചെയ്തതാണ്, നമ്മളിട്ടതല്ല. അതായത് ഇന്ത്യയുടെ ഒഫീഷ്യൽ വീഡിയോ കോൺഫറൻസിങ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഭാരത് വി സി ഉപയോഗിക്കുന്നത്. ആ വാക്കിന് തന്നെ കാരണമാകാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് വലിയ കാര്യം. വീഡിയോ കോൺഫറൻസിങ് ആദ്യം ഒക്കെ ഭയങ്കര ഇത് എന്താ പറയുന്നത്, അതിന്റെ വിഷ്വൽസിന്റെ പ്രശ്നങ്ങൾ, അത് അങ്ങനെ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മാറിക്കഴിഞ്ഞു ഇപ്പോൾ. അത് രണ്ട് തരത്തിൽ സംഭവിക്കാം. ടെക്നോളജി യഥാർത്ഥത്തിൽ ഡിഫറെൻ്റ് ആണ്. വീഡിയോ കോൺഫറൻസിങ്ങിൽ 3-4 ഡിഫറെൻറ്റ് ടെക്നോളജി സ്ട്രീം ഉണ്ട്. അതിൽ ഒരെണ്ണത്തിൽ നമ്മളിപ്പം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഗൂഗിൾ മീറ്റ്, സൂം, ഇതിലൊക്കെ ഓരോ വീഡിയോ പുതുതായി ആഡ് ചെയ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ പുതിയൊരു പാർട്ടിസിപ്പൻ്റ് വരുമ്പോഴും എല്ലാവരുടെ സൈഡിലും ചെറിയ ബാൻഡ് വിഡ്ത്ത് അഡീഷൻ ഉണ്ടാവുന്ന രീതിയിലാണ് അതിൻ്റെ ടെക്നോളജി. ഓക്കെ, ഓരോ വീഡിയോയും സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. ആ ടെക്നോളജിക്ക് ഒരു ലിമിറ്റേഷൻ ഉള്ളതെന്ന് പറഞ്ഞാൽ വീഡിയോ പുതിയ ഓരോരുത്തരും വരുമ്പോൾ കുറച്ച് ബാൻഡ് വിഡ്ത്ത് നമുക്ക് കൂടുതൽ വേണ്ടി വരും. ഞങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജി ഇത്തിരി ഡിഫറെൻ്റ് ആണ്. നമ്മുടെ ടെക്നോളജി ഇന്ത്യക്ക് വേണ്ടി ഡിസൈൻഡ് ആണ്. ഇന്ത്യയിൽ ബാൻഡ് വിഡ്ത്ത് ഇഷ്യൂസ് ഉണ്ട്, ഗ്രാമപ്രദേശങ്ങളിൽ ബാൻഡ് വിഡ്ത്ത് പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജി എല്ലാ വീഡിയോയും സെർവറിലേക്ക് എടുത്തിട്ട് അത് പുതുതായി മിക്സ് ചെയ്ത് നിങ്ങളിപ്പോൾ ചാനലിലൊക്കെ കൊടുക്കുന്നത് പോലെ ഒറ്റ വീഡിയോ ആയിട്ടാണ് തിരിച്ചു കൊടുക്കുക. അങ്ങനെയാണ്. അപ്പോൾ 100 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും ഒരേ ബാൻഡ് വിഡ്ത്ത് തന്നെയാണ് നമ്മൾ താഴത്ത് ഉപയോഗിക്കുക ക്ലയൻറ്റ് സൈഡിൽ. അപ്പം 1 Mbps ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന HD വീഡിയോ കാണാൻ കഴിയും. ഇപ്പോൾ വി കൺസോളിനോട് സൂമിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയല്ലോ ഇന്ത്യയിൽ. നമ്മൾ കുറച്ചൊക്കെ റീപ്ലേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ത്യ ഗവൺമെൻറ് മിക്ക മീറ്റിംഗ്സും നമ്മുടേതായി. കേരള ഗവൺമെന്റ് നമ്മുടെ പ്രോഡക്റ്റ് ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഹൈക്കോർട്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ആണ്. കേരള ഹൈക്കോർട്ട് വീഡിയോ കോൺഫറൻസിങ് സംവിധാനത്തിലൂടെ ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. അന്ന് എന്താണെന്ന് ചോദിച്ചാൽ വീഡിയോ കോൺഫറൻസിങ് ഉപയോഗിച്ച് കോടതി നടപടികൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഈ സെൻസേഷണൽ ആയിട്ടുള്ള കേസുകൾ വീഡിയോ കോൺഫറൻസിങ് വഴി ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഈ 100 പേർക്കൊക്കെ വീഡിയോ കോൺഫറൻസിങ് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ സെൻസേഷണൽ കേസ് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ തന്നെ മീഡിയയും പബ്ലിക്കും എല്ലാം അതിനകത്ത് കയറിയിരിക്കും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ജഡ്ജിക്ക് കയറാൻ പറ്റില്ല മീറ്റിംഗിൽ. ഈയിടെ തന്നെ ആലപ്പുഴയിൽ ഒരു കോടതി ജഡ്ജി ഇതുപോലെ വീഡിയോ കോൺഫറൻസിങ് വന്നപ്പോൾ അശ്ലീല പദങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായത്. അത് ഇതിന്റെ ഇടയിലൂടെ അങ്ങനെ കയറുന്നത്, അതോ ജനങ്ങൾ കയറുന്നവർ അത് ബോധപൂർവം ചെയ്യുന്നതാവാം, അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാവാം. ഈ കേസൊക്കെ ബോധപൂർവം ഉണ്ടായതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ആലപ്പുഴ മാത്രമല്ല, അതിന് മുമ്പത്തെ ആഴ്ചയിൽ കർണാടക ഹൈക്കോർട്ടിലും അതേ പ്രോബ്ലം പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഹൈക്കോടതിയുടെ സംവിധാനവും നമ്മളാണ് ചെയ്യുന്നത്. ഹൈക്കോടതിയുടെ സംവിധാനത്തിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. കാരണം സാധാരണ വീഡിയോ കോൺഫറൻസിങ് അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്, ഒരു റോൾ ബേസ്ഡ് വീഡിയോ കോൺഫറൻസിങ് ആണ്. ജഡ്ജി എപ്പോൾ വന്നാലും ജഡ്ജിക്ക് കയറാനും ജഡ്ജിക്ക് ജഡ്ജിയുടെ ജോലി ചെയ്യാനും കഴിയുന്ന രീതിയിലാണ് വീഡിയോ കോൺഫറൻസിങ് സംവിധാനം. അല്ലാതെ ആളുകൾ കൂടുതലുണ്ട് അതുകൊണ്ട് ജഡ്ജിക്ക് കയറാൻ വയ്യ, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഓതറൈസ്ഡ് ആണ് എല്ലാവരും. ഗൂഗിൾ മീറ്റിലോ സൂമിലോ ഒക്കെ ലിങ്ക് കിട്ടി കയറുന്ന പോലെ അല്ല ഹൈക്കോടതിയിലെ എല്ലാ അഡ്വക്കേറ്റുമാരും അവരുടെ എൻറോൾമെന്റ് ID വെച്ച് ഓതറൈസ് ചെയ്തതിന് ശേഷമാണ് അതിനകത്തേക്ക് കയറുന്നത്. കോമൺ പബ്ലിക്കിന് കയറാം, പക്ഷെ അവരുടെ അനുവാദം വേണം. അപ്പോൾ അങ്ങനെ തന്നെ ശരിക്കും ഹൈക്കോടതിയിലെ ജസ്റ്റിസ് കമ്മിറ്റി തന്നെ ഇരുന്നാണ് ഇത് ഡിസൈൻ ചെയ്ത് തന്നത്. അത് വെച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്ത വീഡിയോ കോൺഫറൻസിങ് ആണ് ഹൈക്കോടതി ഉപയോഗിക്കുന്നത്. ഇപ്പം നാട്ടിലെമ്പാടും ആപ്പുകളുടെ കാലമാണ്. അതെ, അതിൽ അങ്ങനെ ആപ്പിലാവുന്നവരുണ്ട്. ഇപ്പോൾ പണ ഇടപാടുകൾക്ക് പോലും പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നു. ഈ ആപ്പിൻ്റെ ഒരു ദൂഷ്യവശങ്ങൾ എന്താണ്? ഈ പറഞ്ഞ പോലെ മണി ലെൻഡിങ് ആപ്പുകൾ ഒത്തിരി കുഴപ്പങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. മണി ലെൻഡിങ് ആപ്പുകളുടെ അങ്ങനെ ഒരു നമ്മുടെ റെഗുലറൈസേഷൻ ഇവിടെ നടന്നിരുന്നില്ല ഇതിനു മുമ്പ്. അപ്പം ചെറിയ തുക ലെൻഡ് ചെയ്യാം എന്നുള്ള സ്ഥിതിയിൽ P2P ലെൻഡിങ് എന്നൊരു മോഡൽ, അതായത് പിയർ ടു പിയർ, ഒരാൾക്ക് മറ്റൊരാൾക്ക് പണം കൊടുക്കാനുള്ള ഒരു മോഡ് ഓഫ് ഇതായിട്ട് ചില ആപ്പുകൾ വന്നു. അതിൽ ലോൺ എടുത്തവരോട് തിരിച്ചു പിടിക്കാൻ ഈ ആൾക്കാർ കുറേ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക. ഇതൊക്കെ ജനങ്ങൾ ഏത് രീതിയിലാണ് ശ്രദ്ധിക്കേണ്ടത്? ജനങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഉറപ്പായിട്ടും നമ്മൾ ഓതറൈസ്ഡ് ആയിട്ടുള്ള ബാങ്കുകളോ അല്ലെങ്കിൽ അതുപോലുള്ള NBFCs, നമ്മുടെ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ RBI അപ്രൂവ് ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളുടെ മാത്രം ആപ്പുകൾ ഉപയോഗിച്ച് പണമിടപാട് നടത്തുക. അപ്പോൾ താങ്കൾ ഇപ്പോൾ ലൈലോ എന്ന് പറഞ്ഞൊരു സംവിധാനം പുതിയതായിട്ട് വന്നിട്ട് അതെന്ത് വേണം? ലൈലോ ഞാൻ വിശദീകരിക്കാം. ലൈലോ അതൊരു രസകരമായ കഥയാണ് അതിൻ്റെ പിന്നിൽ. 2016 ടെക്ജൻഷ്യ കൂടെ പാർട്ട്ണറായി ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ടെക്ജൻഷ്യ ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ലൈലോ. 2016 അത് ചെയ്തത് വിയറ്റ്നാമിലെ ഒരു ബാങ്കിന് വേണ്ടിയാണ്. ആ ബാങ്ക് അവിടുത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെയൊക്കെ ഓൺലൈൻ ആക്കാൻ വേണ്ടി ചെയ്തൊരു ആപ്പായിരുന്നു അത്. അവർക്ക് വേണ്ടി അന്ന് ഉണ്ടാക്കിയതാണ്. പക്ഷേ അത് ചെയ്ത കമ്പനി കേരളത്തിൽ അത് സ്റ്റാർട്ടപ്പായിട്ട് ഇപ്പോൾ ലോഞ്ച് ചെയ്യാണ്. അപ്പോൾ ടെക്ജൻഷ്യ അതിൻ്റെ പാർട്ട്ണറാണ്.
ലൈവ് ലോക്കൽ ഇ കൊമേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ആ പുതിയ കമ്പനിയുടെ പേര്. ശരി, അതിന് അത് മറ്റേ ഈ സ്വിഗ്ഗിയൊക്കെ പോലുള്ളതാണോ? സ്വിഗ്ഗി സൊമാറ്റോയുടെ റീപ്ലേസ്മെന്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഭക്ഷണം ഡെലിവറിയാണ് ആദ്യം നമ്മൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഫിഷ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, വെജിറ്റബിൾസ്, കുടുംബശ്രീ പ്രോഡക്ട്സ്, ഗ്രോസറി ഇതെല്ലാം ഡെലിവറി ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പം നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് സംസാരിച്ചു തുടങ്ങി. അതിപ്പോൾ സിനിമാ താരങ്ങളെ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ശരിക്കും AI ഒരു യുദ്ധത്തിന് വഴി തെളിക്കുമോ? അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചൊരു വാർ വേണമെങ്കിൽ സാധ്യമാണ്. കാരണം ഇപ്പം തന്നെ അതിനുള്ള സാധ്യതകൾ നമ്മൾ നേരത്തെ തന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് കേൾക്കുന്ന ഏറ്റവും വലിയ അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിന് മേലെ നടത്തുന്ന സൈബർ അറ്റാക്കാണ്. അതെ, സംഭവിക്കാറുള്ളത് അങ്ങനെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭീകരാക്രമണങ്ങൾ നടന്നിട്ടുള്ളത് സൈബർ മേഖലയിലാണെന്ന് വേണേൽ പറയാം ഈ അടുത്ത കാലത്ത് മറ്റുള്ള സംഗതികളേക്കാൾ. അപ്പോൾ അതുപോലുള്ള സാധ്യത മറ്റതിനകത്തും ഉണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കുറെ കൂടി സാധ്യതയുണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ ഓപ്പൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ CEO പെട്ടെന്ന് രാജിവെക്കുന്നു, പിന്നെ അടുത്ത ദിവസം തിരിച്ചു വരുന്നു. ഈ മേഖലയിൽ ഭയങ്കരമായ എന്താ ഒരു അണ്ടർവേൾഡ് അതിൻ്റെ അകത്ത് ചില സംശയങ്ങൾ ചിലർ ഉന്നയിക്കുന്നുണ്ട്. കാരണം AI ഇപ്പോൾ പ്രാക്ടിക്കലായി AI ഇംപ്ലിമെൻറ്റേഷൻസ് വന്നു തുടങ്ങി ആർട്ടിഫിഷ്യലിന്. അതുകൊണ്ടാണ് ChatGPT എന്നൊരു ടൂള് നമ്മുടെ മുന്നിൽ കഴിഞ്ഞ വർഷം എത്തിയത്. അത് ഉപയോഗിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി ഇതിനുള്ള സാധ്യതകൾ എന്താണെന്ന് മനസ്സിലായി. ആ ChatGPT ഇറക്കിയ കമ്പനിയുടെയാണ് OpenAI എന്ന് പറയുന്ന കമ്പനി. അവിടുത്തെ സിഇഒനെ ഈ ഇടയ്ക്ക് പുറത്താക്കുകയും പിന്നെ 2-3 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വയ്ക്കുകയൊക്കെ ചെയ്തതിൻ്റെ പിന്നിൽ നിർബന്ധിതരായതിന് പിന്നിൽ AI മേലെ വരുന്ന പുതിയൊരു ടെക്നോളജി ഉണ്ട്, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പല തലങ്ങളിൽ ചർച്ച നടക്കുന്നുണ്ട്. ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് ശരിക്കും മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിൾ ആണെന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള ഗവേഷണം, അതെ, അത്തരത്തിലുള്ള ഗവേഷണമാണത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന OpenAI ടെക്സ്റ്റ് ബേസ്ഡ് ഒരു സ്പെസിഫിക് ഡൊമൈനിലാണ് അത് വർക്ക് ചെയ്യുക. ഈ ChatGPT പോലുള്ള സാധനം ഡൊമൈൻ സ്പെസിഫിക് ആണെങ്കിൽ AGI ഡൊമൈൻ സ്പെസിഫിക് അല്ല. മനുഷ്യരുടെ പ്രത്യേകത അതാണ്. മനുഷ്യൻ ഡൊമൈൻ സ്പെസിഫിക് അല്ല. അവന് പല കാര്യങ്ങളിൽ പല സമയത്ത് പല രീതിയിൽ വ്യാപൃതനാവാൻ പറ്റും. അതേപോലെ വ്യാപൃതനാവാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ടേമിനെയാണ് നമ്മൾ AGI, ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ആ സംഗതി ഇപ്പോൾ നമ്മൾ ലാബുകളിൽ പലരും ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് പബ്ലിക്കിന് കൊടുക്കണമോ, അതെങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധ്യതയുണ്ട്, അതിലാണ് കൂടുതൽ കുഴപ്പങ്ങൾ കിടക്കുന്നത്. അതിനെ സംബന്ധിച്ച തർക്കങ്ങളാവാം ഈ പ്രശ്നത്തിന് പിന്നിലെന്ന് പലരും പറയുന്നു. ഇനി വരുന്നതായിരിക്കും AI വാർ തന്നെ ആയിരിക്കും. AI വാർ സാധ്യതയുണ്ട്. അത് പക്ഷേ നമ്മൾ നടക്കുന്നുള്ളത് അറിയാനുള്ളൂ. അതെ, കോർപ്പറേറ്റ്സിനിടയിലാണോ അതോ എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നറിയാം. 2024 താങ്കൾ പ്രതീക്ഷയോടെ നോക്കുന്ന എന്തിനാണ്? ഉറപ്പായിട്ട് AGI വരും എന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. AGI വന്നാൽ അതുകൊണ്ട് ഗുണപരമായ സംഗതികൾ ലോകത്തുണ്ടാവും എന്നും പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ അപകടകരമായ കാര്യങ്ങളും ഉണ്ടാകും. അപകടകരമായ കാര്യങ്ങൾ മനുഷ്യൻ ഇപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. അത് ന്യൂക്ലിയർ വെപ്പൺ വന്നതുപോലെ തന്നെയായിരിക്കും. ന്യൂക്ലിയർ വെപ്പൺ വന്നപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചു ലോകം മുഴുവൻ ചിലപ്പോൾ ഇത് നശിപ്പിച്ചേക്കാം. പക്ഷേ 2 ബോംബ് മാത്രമേ ലോകത്ത് ഇതേവരെ മനുഷ്യരുടെ മേലെ പ്രയോഗിച്ചിട്ടുള്ളൂ. സ്വയം നിയന്ത്രിക്കും എന്ന് കരുതാം. അല്ല, ഈ IT മേഖലയിലേക്ക് ഇപ്പോൾ കോവിഡ് ടൈമിലൊക്കെ ഒരുപാട് പേരുടെ തൊഴിലവസരം നഷ്ടപ്പെട്ടു. ഇപ്പോൾ താങ്കൾ തന്നെ 100 പേർക്ക് ജോലി നൽകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഇതാണ്, പരോക്ഷമായിട്ട് വേറെ. അന്നേരം ഇനി ഈ IT നോക്കിക്കാണുന്ന ചെറുപ്പക്കാരോട് എന്താ പറയുള്ളൂ? IT ഇപ്പോഴും സ്കില്ലുള്ളവരെ ഡിമാൻഡുണ്ട്. സ്കില്ല് നിങ്ങൾക്കുണ്ടോ, ഡിമാൻഡ് ഈസ് അവൈലബിൾ. അത് യാതൊരു സംശയമില്ല. നല്ല ഒരു തൊഴിൽ മേഖലയായിട്ട് IT ഇനിയും കുറേ കാലത്തേക്ക് കൂടെ ഉണ്ടാവും. ഏറ്റവും കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്ന മേഖല ഇനി IT തന്നെ ആയിരിക്കും അതോ വേറെ ഉണ്ടോ? ഇല്ല, IT ഉപയോഗിക്കുന്ന മറ്റ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. IT എനേബിൾഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇനി ട്രാൻസ്ഫർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രീസിൽ IT ക്ലബ് ചെയ്തുകൊണ്ടുള്ള സംഗതികളായിരിക്കും പുതുതായിട്ട് കൂടുതൽ വരിക. ഇനി എന്താണെന്ന് ചോദിച്ചാൽ IT ആയിട്ടുണ്ടാവില്ല. കാര്യം ആ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ്റെ ഒരു മെച്യൂരിറ്റിയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ടെക്ജൻഷ്യയുടെ ഇനി അടുത്ത സ്വപ്ന പദ്ധതി എന്തായിരിക്കും? ടെക്ജൻഷ്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോയിൽ AI പിടിപ്പിക്കുക എന്നുള്ള പണിയാണ്. അത് കുറേയധികം മേഖലകൾ അതിനകത്ത്. നമ്മളിപ്പോൾ കഴിഞ്ഞ പുതുപ്പള്ളി ഇലക്ഷനിൽ നമ്മുടെ ടൂളാണ് ഇലക്ഷൻ കമ്മീഷൻ അവിടുത്തെ ഒബ്സർവേഷന് വേണ്ടി ഉപയോഗിച്ചത്. ശരി, ബൂത്തുകൾ ഒബ്സർവ് ചെയ്യാൻ, വീഡിയോ സ്ട്രീമിൽ നിന്ന് ബൂത്തുകളെ ഒബ്സർവ് ചെയ്യാൻ ഉപയോഗിച്ചത്. അതിൽ AIയുടെ റോൾ എന്താണ്? AI ഇനി വരാൻ പോകുന്നുള്ള, അന്ന് നമ്മൾ AI ഉപയോഗിച്ചില്ല, ഇനി വരാൻ പോവാണ്. അവിടുത്തെ ക്യൂവിൻ്റെ വലിപ്പം കൂടുന്നുണ്ടോ, ക്രൗഡ് കൂടുന്നുണ്ടോ ബൂത്തിനകത്ത്,
അതൊക്കെ ഇതിലൂടെ മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുള്ള റെമഡീസ് അതാത് സമയം സെൻട്രലിൽ നിന്ന് ഒരു ചെറിയ കൺട്രോൾ റൂമിൽ നിന്ന് തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി സാധ്യതകൾ AI വെച്ചിട്ട് വരുന്നുണ്ട്. അതും വീഡിയോ വെച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീഡിയോയുടെ AIയുടെ ആപ്ലിക്കേഷനാണ്. നേരത്തെ ഡയഗ്നോസ്റ്റിക്സിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഹൈദരാബാദിലൊരു സ്റ്റാർട്ടപ്പ് ഞാനുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അവർ ചെയ്യുന്നത്, നിങ്ങൾ വീഡിയോ ക്യാമറയുടെ മുന്നിൽ 5 സെക്കൻഡ് മുഖം കൊടുത്താൽ നിങ്ങളുടെ വൈറ്റൽസ്, ബ്ലഡ് പ്രഷർ, നിങ്ങളുടെ ഹാർട്ട് ബീറ്റ് റേറ്റ്, നിങ്ങളുടെ ഓക്സിജൻ ലെവൽ, ഇതൊക്കെ കണ്ണിൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ പക്ഷേ ചില വാച്ചുകളിലൂടെ തന്നെ വാച്ച് വേണ്ട. ഇപ്പൊ വാച്ച് എന്ന് പറയുന്ന ഒരു സെൻസർ ബേസ്ഡ് സാധനം. സെൻസർ ഒന്നും വേണ്ട, നിങ്ങളെ കൊണ്ടുപോയി ഒരു ക്യാമറയുടെ മുമ്പിൽ നിർത്തിയാൽ മതി. അത് ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ യൂസ് കേസ്? അപ്പോൾ അവർ പറഞ്ഞത്, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന കമ്പനികൾക്കാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. സാധ്യതകൾ അങ്ങനെ വളരെ കൂടുകയാണ്. അതെ അതെ അതെ, അവസരങ്ങളും കൂടും. പുതിയ കാലം ആ രീതിയിൽ പുനർനിർമ്മിക്കപ്പെടും. അതുപോലെ സേഫ്റ്റിയിൽ നമ്മുടെ സെൻസേഴ്സിനെ ചിലപ്പോൾ വീഡിയോ റീപ്ലേസ് ചെയ്തേക്കാം. സെക്യൂരിറ്റിയിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വീഡിയോ ക്യാമറയുടെ ഡാറ്റ മുഴുവൻ പെറ്റബൈറ്റ്സ് ഓഫ് ഡാറ്റ ഒരു ഉപയോഗമില്ലാതെ ഇരിക്കുകയാണ് സെക്യൂരിറ്റി ക്യാമറൈസ് എന്നുള്ളത്. ആയിരക്കണക്കിന് സെക്യൂരിറ്റി ക്യാമറ നമ്മൾ ലോകമെമ്പാടും, ചിലപ്പോൾ മില്യൺ കണക്കിന് സെക്യൂരിറ്റി ക്യാമറ ലോകമെമ്പാടും ഉപയോഗിച്ചിട്ടുണ്ടാകും. ആ വീഡിയോയുടെ അകത്ത് നിന്ന്, ആ കിട്ടിയ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള അനാലിറ്റിക്സ് കണ്ടുപിടിക്കാൻ ഇനിയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ റോഡുകളിൽ വെച്ച AI ക്യാമറയെ കുറിച്ച് എന്താ? നല്ലൊരു ഇനിഷ്യേറ്റീവ്. പടം പോലും വരുന്നില്ലെന്ന പ്രേതം വന്നെന്നല്ല പറഞ്ഞു. അത് ചില പ്രശ്നങ്ങളുണ്ടായേക്കാം. ഞാൻ ആ ക്യാമറയുടെ സ്പെസിഫിക്കേഷൻ ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ടെക്നോളജി റെലവൻ്റ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കുറെ കൂടി കേപ്പബിൾ ആക്കാനും പറ്റുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം. AI പാർട്ട് അപ്ഗ്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഫർമേഷൻ ചിലപ്പോൾ. അന്ന് നമ്മൾ ആ കുട്ടിയെ കാണാതായ ദിവസങ്ങളിൽ ഇതേ ചർച്ച ഉയർന്നു വന്നു. ഈ വണ്ടി എവിടെ പോയെന്ന്, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ നമ്പർ കൊടുത്താൽ AI ക്യാമറയ്ക്ക് കണ്ടുപിടിച്ചുകൂടെ എന്നുള്ള ചോദ്യം വന്നു. നമ്മുടെ AI ക്യാമറ, ഇപ്പോൾ കേരളത്തിൽ വെച്ചുള്ള AI ക്യാമറ വണ്ടി നമ്പർ കണ്ടുപിടിക്കുന്ന ആ ടെക്നോളജി ഉള്ളതല്ല. പക്ഷെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. കാരണം ഒരു സെർവറിൽ നിന്നോ മറ്റോ ഒരു വണ്ടി നമ്പർ ഇട്ട് കൊടുത്താൽ ഇതിപ്പോൾ ഏത് AI ക്യാമറയുടെ അടുത്തൂടെയാണ് പോയിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കാനൊക്കെ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പോൾ കുട്ടിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, AI സംവിധാനത്തിലൂടെ ക്രൈം ഇൻവെസ്റ്റിഗേഷനും സാധ്യമാകും. കുറേയൊക്കെ സഹായിക്കും, കുറേ കാര്യങ്ങൾ സഹായിക്കാൻ സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ത്യയുടെ ലീഗൽ സിസ്റ്റം ഒരു എക്സാമ്പിൾ നമുക്കെടുത്താൽ, ഇപ്പോൾ ഇന്ത്യയുടെ ഇത്രയും നാൾ നടന്നിട്ടുള്ള മുഴുവൻ ജഡ്ജ്മെൻറ്റുകളും എല്ലാ കേസുകളും ഒരു AI എഞ്ചിന് കൊടുത്ത് അതിനെ പഠിപ്പിച്ചെടുത്താൽ, നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു കേസ് വരുമ്പോൾ ഈ കേസിന് സമാനമായ കേസുകൾ എന്തായിരുന്നു, എല്ലാ കംപ്ലീറ്റ് കാര്യവും, ഈവൻ വാദങ്ങൾ വരെ, അന്നുണ്ടായ വാദങ്ങൾ വരെ നമുക്ക് വേണമെങ്കിൽ ആ സെർച്ച് ചെയ്യല്ല. ഇത് ഇറ്റ്സ് പ്രോംപ്റ്റിംഗ്, എൻ്റെ കേസ് ഇതാണ് എന്ന് പറഞ്ഞു ലോകമൊട്ടാകെ ഒരു വിരൽത്തുമ്പിലേക്ക് മാറും. വലിയ 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 മാറ്റങ്ങൾ ഉടനെ നമ്മൾ കാണും. അപ്പോൾ ടെക്ജൻഷ്യ രാജ്യത്തിൻ്റെ അഭിമാനമായി കൂടുതൽ വളരട്ടെ. എല്ലാ ആശംസകളും. താങ്ക് യു സർ. നവവത്സര ആശംസ. താങ്ക് യു.